തിലകൻ ചേട്ടനും ഒക്കെ ഒരേയും ഭയങ്കര സീരിയസ് അല്ലേ, ഈ ടൈമിംഗ് ആണ്, ഒരു താളമാണ് അതിൻ്റെ ഒരു കറക്റ്റ്. അപ്പോൾ സീരിയസ് ആണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെ ഒരു താളം അറിയാം, നമ്മൾ ചെയ്യുന്നതിൽ എവിടെ പെശകെന്നറിയാം, നെടുമുടി വേണിച്ചോട്ടെ ഇവരെയൊക്കെ ഒപ്പം നിൽക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഒരു കണക്കുണ്ട്. പെട്ടെന്നേ ഭയങ്കര കുഴപ്പമില്ലാത്തൊരു ഒരു നിമിഷം രക്ഷപ്പെടാൻ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഓരോ ബുദ്ധിയാ, അതെത്ര ക്രൂരമായി പോകുന്നുള്ളത്. കൈ ശരിയാകുമ്പോൾ കാല് ശരിയാവില്ല. പിന്നെ ഒരു പരുവത്തിനൊക്കെ ആള് അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറയൊക്കെ വെച്ച് എന്നെ കൊണ്ട് കളിപ്പിച്ചെടുത്തു. ഗംഭീര സ്ക്രിപ്റ്റായിരുന്നു എനിക്കിവിടെ തന്നതേ. അത് ഭയങ്കരമായിട്ട് കൊതിച്ചു പോയി. അത് തുടങ്ങാറാകുമ്പോൾ നമ്മൾ അതെങ്ങനെ നമുക്ക് അതാവാൻ പറ്റും. പിന്നെ ഡയറക്ടറും അതുപോലെ, നമ്മൾ ഇച്ചിരി ശക്കലം മാറിയാൽ പയ്യനാ ഡയറക്ടർ ആദ്യത്തെ പടാ, പക്ഷെ അയാൾ വിടൂല, കറക്റ്റ് അത് ചെയ്യിച്ചത്. ചിലപ്പോൾ അന്ന് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെയൊക്കെ ചിലപ്പം നേരത്തെ ഇത് ഓർത്ത് ഉണരും, പിന്നെ ഉറങ്ങില്ല. അതിൻ്റെ കൂടെ ഇത് ചേർക്കാം നമുക്ക് ആസ്വദിക്കാൻ കിട്ടും, അത് സംതൃപ്തിയാണ്. സിനിമ ചിലപ്പം ടോട്ടലി നന്നായില്ലെങ്കിലും നമ്മളുടെ ഒരു സീൻ എന്തോ നന്നായാലും ഭയങ്കര തൃപ്തിയാവും. അത് ചില ഒത്തു ചേർന്ന് വരൂലേ, അതൊരു ജീവിതത്തിൽ എവിടെയോ ആരോ അനുഭവിച്ചതുപോലെ തോന്നും. നസീർ സാർ എങ്ങനെയാ മനസ്സിൽ, അതിൻ്റെ മുകളിലാണ് സംശയം. എന്നുവെച്ചാൽ എനിക്ക് തന്നെ ഈ പുസ്തകത്തിലെ ഈ മനോരമ ടോം സാറ് കാർട്ടൂണിസ്റ്റ്, അപ്പം ഞാൻ ശരിക്കും ആഴ്ചപ്പതിപ്പുകൾ വായിക്കുന്നത് പുറകുന്ന ഈ കാർട്ടൂൺ ബോബനും മോളിയും വായിക്കാൻ വേണ്ടി പുറകുന്ന വരിക്കുന്ന പോലെയാണ്. അതുപോലെയാണ് സംശയം. ഒലിവർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിലെ തന്നെ അതിലൊരു ദുഷ്ടൻ ഭാഗ്യൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, ഭിക്ഷക്കാരൻ. ഭയങ്കര ദുഷ്ടനാ, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് അഭിനയ സാധ്യതയുള്ളതാണ്. കഥാവശേഷൻ അല്ല, ഒരു കഥാപാത്രം, ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആൾക്കാർ ചിരിക്കുമോ ഞാൻ കരഞ്ഞാൽ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നൊരു കഥാപാത്രമാണ്. അത് ഭയങ്കര ധൈര്യം തോന്നും, ധൈര്യം ഭയങ്കരമായിട്ട്. അത് ചന്ദ്രൻ സാറിൻ്റെ ആ ഒരു നമുക്ക് മനസ്സിലോട്ട് പറഞ്ഞു തരുന്ന രീതി. ആ കഥാപാത്രം എങ്ങനെയാണ് ചേട്ടനിലേക്ക് എത്തുന്നത്? എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സാറിന് MP സുകുമാരൻ നായർ സാറൊക്കെ പറഞ്ഞുള്ള പരിചയമാണ്, സാറ് വഴിയാണ്. അപ്പം അങ്ങനെ ആ പരിചയം വെച്ചിട്ട് എന്നെ മങ്കമ്മയിൽ അഭിനയിക്കാൻ വിളിച്ചു. പാലക്കാട് തന്നെ വേറൊരു പടം നടക്കുന്നുണ്ട്, പക്ഷെ സാറ് പറഞ്ഞാൽ ഒരു ദിവസം എനിക്ക് പോകാൻ പറ്റാതെ അവിടെ ഇവർ വിടുന്നില്ല. ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് കഥാവിശേഷനെ വിളിക്കുന്നത്. കഥാവിശേഷനിലെ കഥാപാത്രം ചെയ്ത ശേഷമാണോ കൂടുതലും പിന്നീട് ഗൗരവമുള്ള കഥാപാത്രങ്ങളും ഇദ്ദേഹത്തിന് കൊടുക്കാം എന്നുള്ളൊരു? അന്ന് അവർക്ക് തോന്നുന്നതിനേക്കാളും കൂടുതൽ ഞാൻ എന്നെ പിന്നെ പാകപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് അത് പറ്റും, അവിടെ അത് ഒഴിവാക്കിയാൽ മതി, ഇത് ഒഴിവാക്കിയാൽ മതി എന്ന് എനിക്ക് അങ്ങനെ ഒരു ധൈര്യം തോന്നി. അതിനുശേഷവും കണ്ണാടിയിൽ നോക്കിയിട്ട് ഗൗരവമുള്ള കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ച് നോക്കിയിരുന്നു. സ്വകാര്യമായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഈ കോമഡി ചെയ്യുന്ന സമയത്തെ സ്വന്തം നിലയിൽ ആ ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും സംഭാവനകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു? അത് ഒരുപാട്, അത് അങ്ങനെ പറ്റുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്നൊക്കെ ഈ പറഞ്ഞ ചേർന്നത് പോലെ വലിയ ടീമുകളല്ലേ, അപ്പോൾ അതിൽ കൂടെ നിൽക്കണം. നമ്മൾ മുന്നേറാൻ പറ്റിയില്ല, അവരെ ഓവർടേക്കാൻ പറ്റില്ല ഒരിക്കലും, എങ്കിലും ഒപ്പത്തിന് കുറച്ച് തൊട്ട് താഴെയെങ്കിലും നിൽക്കണം. അപ്പം എങ്കിലും അവർ അത്രയും അവരുടെ താളവും കാര്യങ്ങളൊക്കെ പിടിച്ച് തന്നെ പോയേ പറ്റുള്ളൂ. ഒരു വല്ലാത്തൊരു ഒരിതാണ്. അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. അത്രയും മാസ്റ്റർമാരുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റിയാൽ തന്നെ നമ്മൾ മാത്രമുള്ള ഒരു ഫ്രെയിമിൽ നമുക്ക് നിൽക്കാൻ പേടിയാണ്. അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ ഈ ഇങ്ങനെ ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചല്ലോ. ആരോടാണ് കൂടുതലും, ആരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഹരിശ്രീ അശോകന്റെ കൂടെയുള്ള പലതും നല്ല ചർച്ചയായിരുന്നു. ദിലീപ്, അല്ല ജ്യോതി ചേട്ടൻ, എല്ലാവരും. നമുക്ക് തിലകൻ ചേട്ടനും ഒക്കെ ഒരേയും ഭയങ്കര സീരിയസ് അല്ലേ, ഈ ടൈമിംഗ് ആണ്, ഒരു താളമാണ് അതിൻ്റെ ഒരു കറക്റ്റ്. അപ്പോൾ സീരിയസ് ആണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെ ഒരു താളം അറിയാം, നമ്മൾ ചെയ്യുന്നതിൽ എവിടെ പെശകെന്നറിയാം, നെടുമുടി വേണിച്ചോട്ടെ ഇവരെയൊക്കെ ഒപ്പം നിൽക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഒരു കണക്കുണ്ട്. ഇല്ല പ്രത്യേകിച്ചും കോമഡി ഭയങ്കര ചീഞ്ഞു പോകാൻ സാധ്യതയുള്ളൂ, അതിൻ്റെ താളം വിട്ടുപോയി കഴിഞ്ഞാൽ. വസ്ത്രാലങ്കാരത്തിന് നടനിലേക്ക് എത്തിയതാണല്ലോ, അപ്പം എങ്ങനെയായിരുന്നു സിനിമാ പ്രവർത്തകരുടെ ഒരു സ്വീകരണം? ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് അതിനെ സഹായിച്ചു ഭയങ്കരമായിട്ട്. ആർട്ടിസ്റ്റുകളൊക്കെ അന്ന് അതാണ്, അല്ലാതെ നമുക്ക് അന്ന് നിലവിലുള്ള വലിയ ആർട്ടിസ്റ്റുകളുടെ ഒന്നും കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അവരുടെ കണ്ണിൽ നോക്കാനോ
അവരടുത്ത് നിൽക്കാനോ അവരുടെ ഡയലോഗിൻ്റെ ഒപ്പം എന്തെങ്കിലും മറുപടി അവർക്ക് കൊടുക്കാനോ ഒക്കെ ഉള്ളൊരു സമയം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ എനിക്ക് അവരെ നേരത്തെ ഉള്ള ആ ഒരു പരിചയം, പിന്നെ അവർ തരുന്ന സഹായം, അവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ ഒന്ന് പതറിപ്പോയാൽ പോവില്ലേ. അപ്പോൾ അത് അവർ തന്ന ഒരുപാട് പ്രേരണ അങ്ങനെയുണ്ട്. മാളച്ചേട്ടനും ജഗദീഷ് പപ്പു ചേട്ടൻ, തുടക്കകാലത്തിലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്. ആലിമൂടൻ ചേട്ടൻ, കുഞ്ചൻ ചേട്ടൻ, ഒരുപാട് പേര് നമ്മുടെ ആള് എന്നുള്ള മട്ടിൽ സഹായിക്കൂലേ. അതാ അതിന് ആദ്യം വസ്ത്രാലങ്കാരം ചെയ്തത് ഗുണകരമായി. രഹസ്യ പോലീസിലൊരു വില്ലൻ വേഷം അല്ലേ, ആരും പ്രതീക്ഷിക്കാത്തൊരു, എന്താ പറയാ, ഇന്ദ്രൻസിനെ ആരും അവിടെ ഒരു വില്ലനായിട്ട് പ്രതീക്ഷിക്കുന്നേ ഇല്ലല്ലോ. എങ്ങനെയായിരുന്നു ആ റോളിലേക്ക്? അത് ഞാനും അപ്പോഴാണ് അറിഞ്ഞത് വില്ലനാണെന്നുള്ളത്. അത് അതിൻ്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ ശേഷം ഈ കഥ ഇങ്ങനെ പോകുന്നുണ്ടോ, അത് ആരാണെന്ന് ആരും അറിയില്ല. സ്വാമി സാറൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഹസൻ സ്വാമി സാറൊക്കെ. അപ്പം മധു സാറ് പിന്നീട് ഒരു ദിവസം വിളിച്ചിട്ട് ഈ സീൻ എടുക്കുമ്പോഴാണ് അമ്പടാ ഞാനായിരുന്നു അതെന്ന് അറിയുന്നത്. അത് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഭയങ്കര ഇതായി പോയി. അയ്യോ, അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കേ ആൾക്കാരങ്ങനെ ആയി പോവുമല്ലേ എന്ന് വിചാരിക്കും. പെട്ടെന്നേ ഭയങ്കര കുഴപ്പമില്ലാത്തൊരു ഒരു നിമിഷം രക്ഷപ്പെടാൻ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഓരോ ബുദ്ധിയാ, അതത്ര ക്രൂരമായി പോകും എന്നുള്ളതാണ്. ഒരു ക്രൂരനായ ആളായിട്ട് സ്ക്രീനിൽ കണ്ടപ്പോ എന്താ തോന്നിയത്? വേണ്ട, അത്രയും നമുക്ക് പറ്റൂല, ചിരിപ്പിക്കലേ രസം തോന്നിയത്. ക്രൂരനാവണ്ട അല്ലേ? പിന്നീട് തുടർന്ന് വില്ലൻ വേഷങ്ങൾ വന്നിരുന്നോ? അതോ? വന്നു, ചിലതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കാരണമില്ലാതായാലാണ് കുഴപ്പം. ഇത്തിരി കാരണമുള്ളിടത്ത് നമ്മൾ വില്ലനാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ വിഷമാവും. മികച്ച നടനുള്ള അവാർഡ് നേടിത്തന്ന ആളൊരുക്കത്തിലെ പപ്പു പിഷാരടി, അതിനു വേണ്ടിയിട്ട് തുള്ളലൊക്കെ പഠിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ വായിച്ചു ഞാൻ. അതിൻ്റെ ഡയറക്ടർ തന്നെ, അഭിലാഷ് തന്നെ, കലാമണ്ഡലത്തിൽ നിന്ന് ഓട്ടം തുള്ളലൊക്കെ ചെയ്യുന്ന കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് എനിക്കൊരു ദിവസം അത്യാവശ്യം പാട്ടിന് വേണ്ട സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചു തരികയൊക്കെ ചെയ്തു. പക്ഷെ എന്നിട്ട് അയാൾ തോറ്റുപോയി. എനിക്ക് പഠിക്കാൻ പറ്റില്ല, കൈ ശരിയാകുമ്പോൾ കാല് ശരിയാവില്ല. പിന്നെ ഒരു പരുവത്തിനൊക്കെ ആള് അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറയൊക്കെ വെച്ച് എന്നെ കൊണ്ട് കളിപ്പിച്ചെടുത്തു. പക്ഷെ എടുത്തു. അതിനല്ലേ മികച്ച നടനുള്ള അവാർഡും കിട്ടിയത് അല്ലേ? പപ്പു പിഷാരടി ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ഗംഭീര സ്ക്രിപ്റ്റായിരുന്നു എനിക്കിവിടെ തന്നതേ. അത് ഭയങ്കരമായിട്ട് കൊതിച്ചു പോയി. അത് തുടങ്ങാറാകുമ്പോൾ നമ്മൾ അതെങ്ങനെ നമുക്ക് അത് ആവാൻ പറ്റും. പിന്നെ ഡയറക്ടറും അതുപോലെ, നമ്മൾ ഇച്ചിരി ഒരു ശക്കലം മാറിയാൽ പയ്യനാ ഡയറക്ടർ ആദ്യത്തെ പടാ, പക്ഷെ അയാൾ വിടൂല, കറക്റ്റ് അത് ചെയ്യിച്ചെടുക്കും. അതിൽ നല്ല മിടുക്കനായിരുന്നു, നല്ല എഴുത്തുകാരനാണ്. അത് ഇന്ദ്രൻസ് എന്ന നടനെ മനസ്സിൽ കണ്ട് എഴുതിയ കഥാപാത്രം തന്നെയായിരുന്നോ? അല്ലെന്ന് തോന്നുന്നു. ആൾ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട്, വേറെ ആരെയൊക്കെ വെച്ച് പ്ലാൻ ചെയ്തിട്ട്, പിന്നെ ഒരു കുഞ്ഞു സിനിമ ചെയ്യാൻ വേറെ വലിയ ആരും കിട്ടാത്തതുകൊണ്ടൊക്കെ ചിലപ്പോൾ ആയിരിക്കാം, അങ്ങനെയൊക്കെ വന്ന് ഭവിച്ചതായിരിക്കും. അതെന്തോ നമ്മളൊരു ഭാഗ്യം. പൊതുവെ ആളുകളുടെയൊക്കെ ഒരു അഭിപ്രായം എന്തായിരുന്നു ആ സിനിമ പുറത്ത് വന്നപ്പോൾ? അതുവരെ കണ്ട തിയേറ്ററിൽ ആളൊന്നും ഇല്ലായിരുന്നു കാണാൻ, അത്രയും ഇളക്കി പരസ്യം ചെയ്യാനോ താരങ്ങളൊന്നുമില്ല. തിയേറ്ററിൽ അധികം അങ്ങനെ ഓടിയൊന്നുമില്ല. അതിൽ ഡയറക്ടർക്കൊക്കെ വിഷമം ഉണ്ടായിരുന്നു, പലപ്പോഴും പറയും അതിനെ പിന്നെ കച്ചവടം നടത്താനൊന്നും പറ്റിയൊന്നുമില്ല എന്നാണ്. അത്രത്തോളം അവർക്ക് വലിയ ആ പ്രൊഡ്യൂസർക്ക് ജോളി എന്ന് പറഞ്ഞ് ചാലക്കുടിയുള്ള ഗൾഫിലുള്ള പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹത്തിനും അത് അങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടായോ അത് എന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ്. എനിക്ക് ഡയറക്ടർക്ക് പടത്തിന് നല്ല പേരുണ്ടാക്കി കൊടുത്ത ആ പ്രൊഡ്യൂസർക്ക് നല്ലൊരു സിനിമ ചെയ്ത പ്രൊഡ്യൂസറായി. ഡയറക്ടർക്ക് അവാർഡ് ഉണ്ടായിരുന്നു, നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. എനിക്ക് തന്നില്ലെങ്കിലും കപ്പിൻ്റെയും ചുണ്ടിൻ്റെ ഇടയിൽ കൂടെ പോയി എന്ന് പറഞ്ഞൊരു ഭീഷണിയൊക്കെ തന്നു, സ്റ്റേറ്റ് അവാർഡ് തന്നു. അങ്ങനെ ഗൗരവമുള്ള കഥാപാത്രവും ചെയ്തു, കോമഡി ചെയ്തു, വില്ലൻ ചെയ്തു. ഏറ്റവും സന്തോഷം തന്നത് ഏത് തരം കഥാപാത്രം ചെയ്തപ്പോഴാണ്? അതറിയാൻ വയ്യേ. നന്നായി എന്ന് നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര സുഖമാണ്. കോമഡി ആണെങ്കിലും അത് കൃത്യമായി അതിൻ്റെ അളവ് എന്ന് തോന്നിയാൽ
നമുക്ക് ആസ്വദിക്കാൻ കിട്ടും. ചിലപ്പോൾ അന്ന് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെയൊക്കെ ചിലപ്പം നേരത്തെ ഇത് ഓർത്ത് ഉണരും, പിന്നെ ഉറങ്ങൂല. അതിൻ്റെ കൂടെ ഇത് ചേർക്കാം നമുക്ക് ആസ്വദിക്കാൻ കിട്ടും. അത് സംതൃപ്തിയാണ്. അല്ലാത്തത് തന്നെ ഒരു ക്യാരക്ടർ സിനിമ ചിലപ്പം ടോട്ടലി നന്നായില്ലെങ്കിലും നമ്മളുടെ ഒരു സീൻ എന്തോ നന്നായാലും ഭയങ്കര തൃപ്തിയാവും. അത് ചില ഒത്തു ചേർന്ന് വരൂലേ, അതൊരു ജീവിതത്തിൽ എവിടെയോ ആരോ അനുഭവിച്ചതുപോലെ തോന്നും. അത് ഏത് കഥാപാത്രത്തിലും അങ്ങനെ, കോമഡി ആയാലും. പിന്നെ കോമഡി ചെയ്യുമ്പോഴത്തേക്ക് കുറേ കൂടെ ഇതുപോലെ പോരാ, കുറച്ചുകൂടെ ഉണർന്നിരിക്കണം, ഉത്സാഹിയായിരിക്കണം, കുസൃതി മനസ്സിൽ നിറയ്ക്കണം, അങ്ങനെയൊക്കെയാണ്. അത് നല്ല കാര്യമാണ്. പ്രായമാവണ അറിയില്ല കോമഡി ചെയ്യുമ്പോൾ. ശരിക്കും ഏത് ചെയ്യാനാണ് പ്രയാസം? പ്രയാസം കോമഡിയാണ്. ഇതിനൊരു ധ്യാനം പോലെ നമ്മൾ പ്രയാസം രണ്ടും ഒക്കെ ഒരുപോലെ തന്നെയാണ്. എങ്കിലും ഇത് കുറച്ചുകൂടെ എല്ലാം ചിരിപ്പിക്കണല്ലോ അല്ലേ, എല്ലാം സത്യമായിരിക്കണം. അതാണ് തമാശ ആയാലും സീരിയസ് ആയാലും അത് ഏച്ചുകെട്ടില്ല എന്ന് തോന്നിയില്ലെങ്കിൽ ആൾക്കാരെ പരിഹസിക്കും പോലെ അത് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, ചമ്മി പോകും. ഒരിക്കൽ പറഞ്ഞിരുന്നു, കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നത് സംവിധായകൻ പറയുന്നു, ഞാനത് അഭിനയിക്കുന്നു, അതിനപ്പുറത്തേക്ക് അതിൽ പറയുന്ന ഡയലോഗുകളുടെ ഒന്നും അർത്ഥം എന്താണെന്നോ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണെന്നോ ഒന്നും എനിക്ക് നോക്കാൻ അറിയില്ലായിരുന്നു, ഞാൻ ചെയ്തിട്ടുമില്ലായിരുന്നു എന്ന്. ഇപ്പോഴെങ്ങനെയാണ്? അടുത്തൊക്കെ ചിലത് ഞാൻ അങ്ങനെ പറയും, ചിലത് മോശമല്ലാത്ത മോശമാണ് തോന്നിയെന്ന വാക്കോ അല്ലെങ്കിലോ ഇത്തിരി ആവർത്തനം ഉണ്ടെങ്കിലോ ഒക്കെ ചെന്ന് ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് ചോദിക്കും. എന്നാലും അതിന് പാടെ നിരസിക്കലല്ല. പിന്നെ അത് നല്ല നല്ല സ്ക്രിപ്റ്റ് എന്ന് കണ്ട് ഇതേപോലെ അഭിനയിക്കാൻ പോയിട്ട് ദയനീയമായിരിക്കും, പിന്നെ തീർത്തുകൂടാ. അവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ടു പോകും. അങ്ങനെയും വരും. ചില ഡയലോഗുകളൊക്കെ ഇപ്പൊ സിനിമയിൽ പറഞ്ഞതേ കേൾക്കുമ്പം തോന്നിയിരുന്നോ വേണ്ടിയിരുന്നില്ല, പറയേണ്ടിയിരുന്നില്ല, ഇപ്പം ആളുകളെ ചിരിപ്പിക്കാനാണെങ്കിൽ പോലും തോന്നും. അതല്ലായിരുന്നല്ലോ നമ്മുടെ കുട്ടികളൊക്കെ ആയിരുന്നു, മുതിർന്നവരും കുട്ടികളൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിൽ ആ അർത്ഥം വരുന്ന നല്ല ഭാഷ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത്രയും അങ്ങനെ കൂട്ടിച്ചേർക്കണ്ട എന്നൊക്കെ തോന്നും നമുക്ക്. ഏതെങ്കിലും അങ്ങനെ ഉദാഹരണം പറയാനുണ്ടോ? ഉദാഹരണമല്ല, ചിലപ്പോൾ നമ്മൾ കണ്ണടച്ചില്ലേ അവർ കാണണ്ടാന്ന്, എന്നാലും അവർ കാണുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ വന്ന പടങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് സീനുകളും. ഇപ്പം അങ്ങനെയുള്ള ഡയലോഗുകൾ വരുമ്പം ശ്രദ്ധിക്കാറുണ്ടോ? വേണ്ട വേണമെങ്കിൽ തന്നെ പറയും ചിലപ്പോഴൊക്കെ. അങ്ങനെ അത്ര കുഴപ്പമുള്ള ആയിരിക്കില്ല. അപ്പം ഇച്ചിരി നല്ല ബോധമുള്ളവരൊക്കെ തന്നെയാണ്. ചിലർക്ക് ചില വാശി, അല്ല അത് അങ്ങനെ തന്നെ വേണം, അതിനെന്താ കുഴപ്പമെന്ന് പറയും. അവർ നമ്മൾ പറഞ്ഞതുകൊണ്ട് എതിർക്കും, കുറച്ച് പേരും വെട്ടിക്കളയും. എങ്കിലും അങ്ങനെയുള്ളവരും ഉണ്ട്. കുട്ടിക്കാലത്ത് നാടകം കാണാനും കഥാപ്രസംഗം കേൾക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സാംബശിവന്റെ കഥാപ്രസംഗത്തിനോട് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അത് കേൾക്കാൻ സ്ഥിരമായിട്ട് പോവായിരുന്നു. അതിൽ നിന്നാണ് ടോൾസ്റ്റോയിനെയും ഷേക്സ്പിയറിനെയൊക്കെ അറിയുന്നത്. എന്നിട്ട് ആ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറി പോകുന്നു. അതെ, മണത്തൊക്കെ നോക്കിയിരുന്നു അല്ലേ ആ ഒരു കാലം. അത് എനിക്ക് ശരിക്കും പറയുന്ന, ഞാൻ 3-4 ക്ലാസ് വരെ പഠിച്ച അധ്യാപകരിൽ ഒരാളെ പോലെ തോന്നിയിട്ടുണ്ട് അദ്ദേഹം, സാംബശിവനെ. അത്ര ദൂരം ഇങ്ങനെ കാണുള്ളെങ്കിലും എന്തൊക്കെ കഥകളാണ്, എന്തൊക്കെയാണ് നമ്മൾ അന്നൊക്കെ തമാശയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമുണ്ട്. നമുക്ക് വെള്ളം കുപ്പിയിലടച്ച് കൊടുക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള കാലം, അന്നത്തെ കഥകളിലൊക്കെ ആൾ പറയും. നമ്മൾ അവിടെ എത്തിയപ്പോൾ അതിശയിച്ച് നിൽക്കുകയാണ്. അതൊക്കെ പെട്ടെന്ന് പോലെ അതുപോലെ പല പല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ആളുടെ തമാശപരമായിട്ട് പറയുന്നതും കഥകളും. നമുക്ക് ഈ തർജ്ജിമ ചെയ്ത പുസ്തകങ്ങൾ അന്വേഷിച്ച് കാണാനൊക്കെ കഥകൾ നമുക്ക് കൊതിപ്പിച്ച ആളാണ്. ഏതൊക്കെയാണ് ആ കാലത്ത് കേട്ടുകൊണ്ടിരുന്നത്? സാംബശിവന്റെ എല്ലാം കേട്ടിട്ടുണ്ട്, മിക്കവാറും കഥാപ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും അന്നൊക്കെ പലതും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാം ഒരുപാട് ആയിഷ, അന്ന കരീന, പിന്നെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. നെല്ലിൻ്റെ ഗീതം എഴുതുമ്പോൾ തന്നെ നെല്ലിൻ്റെ ഗീതമൊക്കെ ത്തിലേക്ക് കഥാപാത്രം, ഞാനിത് ഒരു ഉപമ പറയുമ്പോൾ എനിക്ക് സാംബശിവൻ്റെ കഥാപാത്രമൊക്കെ വരും. അത് എത്ര പേര് കണ്ടെന്നറിയില്ലെങ്കിലും എനിക്ക് ഉപമിക്കാൻ പിന്നെ അല്ലാതെ ഒരാളില്ലാതെയൊക്കെ വന്നിട്ടുണ്ട് എഴുതിയപ്പോഴത്തേക്ക്. അന്ന് അങ്ങനെയായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു അടിയന്തര സമയത്തൊക്കെ ഇദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞതിന് ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന്
കുമാരടുത്തൊരു ടീമൊക്കെ ഒരുപാട് ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത്രയും രാഷ്ട്രീയമൊന്നും അറിയില്ല, എങ്കിലും അതെന്തിനും നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കഥാപ്രസംഗമൊക്കെ പിന്നെ പറയാൻ തുടങ്ങി. പിന്നെ പിന്നീട് പറയുമായിരുന്നു, അന്ന് ഞാൻ തയ്യക്കടയൊക്കെ മാമനൊക്കെ പറയുന്നു, അവർ തമ്മിൽ തന്നെ ഭയങ്കര തർക്കവും വഴക്ക് കിടങ്ങാണ്. അങ്ങനെ ഇറങ്ങട്ടെ, ജയിലിൽ കിടക്കാമെന്ന് വിചാരിക്കണം, എന്തോ രാഷ്ട്രീയം പറയില്ല എന്ന് എന്തോ പറഞ്ഞാണ് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ 2 വിഭാഗമായിട്ട് തർക്കം നടക്കുക. നമുക്കതിൽ കാര്യമില്ലെങ്കിലും കേൾക്കുക, നമുക്ക് ആള് വന്നാൽ മതിയെന്നാ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്ത് കഥാപ്രസംഗം കഴിഞ്ഞ് 2ാമത്തെ കഥാപ്രസംഗം നമ്മളെ സ്ഥലത്ത് കുമാരടുത്ത് കഥ പറയാൻ വരുവാണ്. അപ്പം നമ്മുടെ ഒരു ആദ്യം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പരിപാടി കഴിഞ്ഞിട്ട് സാംബശിവൻ്റെ വരവും കത്തി. അപ്പോൾ ഞങ്ങൾ കുറേ ദൂരെ പോയിട്ട് ഒരു സ്കൂളിൻ്റെ നല്ല രാത്രിയാണ്. അപ്പോൾ അവിടെ മണ്ണ് വാരി സാംബശിവന് സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചിട്ട് എല്ലാവരും നിന്ന് വണ്ടി വരുമ്പോൾ ഇങ്ങനെ കൈ കാണിച്ചേക്ക് ചെയ്തു. വണ്ടി വളരെ ദൂരെ നിർത്തി, വന്നില്ല. പിന്നെ ആരോ അതിൽ നിന്ന് ഇറങ്ങി എന്തെന്നൊക്കെ നോക്കിയിട്ടാണ് വെച്ചാൽ ഈ രാഷ്ട്രീയപരമായിട്ട് എവിടെയൊക്കെയോ അദ്ദേഹത്തെ ആക്രമിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ തടയാൻ നിൽക്കുവാണെന്ന് വിചാരിച്ച് കാണുക. പിന്നീട് പറഞ്ഞു അങ്ങനെയൊന്നും കൈ കാണിക്കരുത് കേട്ടോ അതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോയി. സംസാരിച്ചിട്ടുണ്ടോ സാംബശിവന്? സാറ് ബാക്ക് സീറ്റിൽ ഇങ്ങനെ ഫ്രണ്ട് ചെയ്തിട്ട് സാറിൽ കൈ വെച്ച് ഇങ്ങനെ നോക്കിയിരുന്നായിരുന്നു. കൂടെയുള്ളവരൊക്കെ സംസാരിച്ചു. ആഗ്രഹം ഉണ്ടായിരുന്നോ? പിന്നെ സാംബശിവന്റെ കഥാപ്രസംഗം ഉണ്ടെന്ന് കേൾക്കുമ്പം വൈകുന്നേരങ്ങളിൽ അതിനായിട്ട് പോയി കാത്തിരിക്കുക. ഒരു കഥ തന്നെ ആയിരിക്കും, നമ്മൾ ഇന്ന് കേട്ട കഥ തന്നെ ആയിരിക്കും. പക്ഷെ നാളെ പറയുമ്പോൾ അതിൻ്റെ നിറം മാറും, വേറെ ഹ്യൂമറൊക്കെയാണ്. പുള്ളി പിന്നെ വേറെ രീതിയിലായിരിക്കും അതിനെ പറയുന്നത്. അങ്ങനെയൊക്കെ അതുകൊണ്ട് ഒരു കഥ തന്നെ എത്ര കേട്ടാലും മതിയാവുമില്ല. കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ അത്ര വിശദമല്ല. അക്കാലത്ത് അത്രയും ജനങ്ങളായിരുന്നു തോന്നുന്നു അല്ലേ സാംബശിവനെ കേൾക്കാൻ വേണ്ടിയിട്ട്? ആണ്. അത് സാംബശിവൻ, കടാമംഗലം സദാനൻ എന്ന് പറയുന്നത്, കൊല്ലം ബാബു, അങ്ങനെ മണമ്പൂർ രാധാകൃഷ്ണൻ, അങ്ങനെ കഥികന്മാരുണ്ടെങ്കിലും ഭയങ്കര ഹരം. ഭയങ്കര നസീർ സാറിനെ പോലെ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാംബശിവൻ സാർ ഇങ്ങനെ പെണ്ണുങ്ങളായിട്ടൊക്കെ നിന്ന് അഭിനയിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ശരിയാണ്. നസീർ സാർ എങ്ങനെ മനസ്സിൽ അതിൻ്റെ മുകളിലാണ് സാംബശിവൻ. എന്നുവെച്ചാൽ എനിക്ക് തന്നെ ഈ പുസ്തകത്തിലെ ഈ മനോരമയിൽ ടോം സാറ് കാർട്ടൂണിസ്റ്റ്, അപ്പം ഞാൻ ശരിക്കും ആഴ്ചപ്പതിപ്പുകൾ വായിക്കുന്നത് പുറകുന്ന ഈ കാർട്ടൂൺ ബോബനും മോളിയും വായിക്കാൻ വേണ്ടി പുറകുന്ന വരിക്കുന്ന പോലെയാണ്. അതുപോലെയാണ് സാംബശിവനും. നമ്മൾ ഈ പുസ്തകങ്ങളോട് അടുപ്പിക്കുന്ന കക്ഷികളാണ്. വെറുതെ കഥകൾക്ക് മാത്രമല്ല, സാംബശിവൻ്റെ കഥാപ്രസംഗം കൊണ്ട് എനിക്ക് വേറെ തലങ്ങളിലാണ് അതിൻ്റെ ഒരു. നേരത്തെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ വിശ്വാസവും ഈ കാവ് ഇതൊക്കെ ആയിട്ട് കൂട്ടുണ്ടാവുമ്പോഴും എൻ്റെ കാഴ്ചപ്പാടുകൾ വലുതായിട്ട് സ്വാധീനിക്കാതെ പോയത് ചുറ്റുമുള്ള മനുഷ്യരുടെ, അതിന് ഈ കഥാപ്രസംഗങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അത് നമ്മൾ തന്നെയാണ് നമ്മുടെ തീരുമാനവും നമ്മുടെ ലക്ഷ്യവും തന്നെയാണ് ദൈവം. അത് നന്നായാലെല്ലാം നന്നാവും എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. എല്ലാം ഭയങ്കര സാമൂഹികപരമായിട്ട് ഭയങ്കര പവർഫുള്ളായിരുന്നു. കഥകളൊക്കെ അങ്ങനത്തതായിരുന്നു. ദൈവത്തിനെ കൂട്ടുപിടിച്ചു പോയ കഥാപാത്രങ്ങളായിരുന്നില്ല കഥകളും. അങ്ങനെ ജീവിതം തന്നെയായിരുന്നു. ദേശം മാറിയാലും എല്ലാം ജീവിതം ഒന്ന് തന്നെ, നമുക്ക് അനുഭവിക്കുന്നത് തന്നെ എന്നുള്ളൊരു. നാടകങ്ങളോടുള്ളൊരു കമ്പം എങ്ങനെയായിരുന്നു? നാടകം പിന്നെ സിനിമ പോലെ എളുപ്പമല്ലല്ലോ, ഭയങ്കര പവറല്ലേ. അവർ നാടകക്കാർ വരുമ്പോഴേ നമ്മൾ അവിടെ വണ്ടി വരുമ്പോഴേ ഓരോരുത്തരും നോക്കിയൊക്കെ നിൽക്കും. ഇത് സ്റ്റേജിൽ വരുന്ന ആളേ ആയിരിക്കില്ല അവിടെ വന്ന് ഇറങ്ങി ഒരു തോർത്തൊക്കെ തൊളിയിട്ട് ലുങ്ങി കൊടുത്ത് പോണ ആളേ ആയിരിക്കില്ല സ്റ്റേജിൽ വരുമ്പോഴേ. ഭയങ്കര പവറല്ലേ നാടകത്തിൻ്റെ. അന്നത്തെ ശക്തിയും ജീവിതവും പറയുന്ന രീതിയൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ കോമഡിക്ക് വേണ്ടിയിട്ട് ഉത്സവം വെച്ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നാടകങ്ങൾ കുറേ മാറി കുറേ കാലം അങ്ങായി. പക്ഷെ ഇപ്പോഴും വീണ്ടും നാടകം നല്ല ശക്തിയായിട്ട് വരുന്നുണ്ട്. നാടകത്തിൽ അഭിനയിച്ചിരുന്നില്ലേ? എനിക്ക് പ്രൊഫഷണൽ ട്രൂപ്പിലൊന്നും പോകാൻ പറ്റിയില്ല, നമ്മളെ തൊഴിലുമായിട്ട് വന്നു. അമച്ചർ ഒരുപാട് നാടകം കോമ്പറ്റീഷന് പോവുകയും നല്ല കളിച്ചിട്ടുണ്ട്. ഈ ടോൾസ്റ്റോയിനെയും ഷേക്സ്പിയറിനെയൊക്കെ വായിക്കാൻ പോയപ്പോൾ ഇംഗ്ലീഷാണെന്ന് കണ്ടിട്ട് വായിക്കാൻ പറ്റാതെ പിന്നെ ആ ബുക്ക് മണത്ത് നോക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് വായിച്ചോ? പിന്നീട് അതിന് പരിഭാഷയ്ക്ക് പിന്നെ ഒരുപാട് കിട്ടുമായിരുന്നു. പിന്നീട് ലൈബ്രറി പോകാനോ കൂട്ടുകാരെ മെമ്പർഷിപ്പ് ഉള്ളവരെ കൊണ്ട് ബുക്ക് അടുപ്പിക്കുകയോ, പിന്നെ കാശ് വരുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാനോ, സ്വന്തമായിട്ട് വാങ്ങിച്ച് ശേഖരിക്കാനാണ് ഇഷ്ടം. വായിച്ചില്ലെങ്കിലും വാങ്ങിച്ച് കൂട്ടി വെക്കും. ഭയങ്കര പരന്ന വായനയുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് വായിക്കുന്നത് കൊണ്ട് തന്നെ ആ വായിച്ച് പോകുമ്പം പല കഥാപാത്രങ്ങളും അതിലിങ്ങനെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ വായിച്ചതിൽ ഏതെങ്കിലും കഥാപാത്രത്തിന് ചെയ്താൽ കൊള്ളാം സ്ക്രീനിൽ നിന്ന് തോന്നിയിട്ടുണ്ടോ?
ഒരുപാട് എല്ലാ പുസ്തകത്തിലെയും വലിയ ക്യാരക്ടർ ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ അതുപോലെ യോജിച്ച ഏതെങ്കിലും ഒരു സിനിമയിലെ കഥാപാത്രം പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് അയാളെ കൂട്ടുപിടിക്കും. എന്നാലും ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രം ഉണ്ടോ? കുറേ ഉണ്ട്. ആദ്യമൊക്കെ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിലെ തന്നെ അതിലൊരു ദുഷ്ടൻ ഭാഗ്യൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, പിഷക്കാരൻ. ഭയങ്കര ദുഷ്ടനാണ്, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് അഭിനയ സാധ്യതയുള്ളതാണ്. ഭയങ്കര അതൊക്കെ ഇത്ര നിശബ്ദമായിട്ട് അങ്ങനെയൊക്കെ ചില കഥാപാത്രങ്ങൾ വരും. പണ്ടത്തെ ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങനെ. വായിച്ചതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള എഴുത്തുകാരൊക്കെയാ? കുറേ പേരുണ്ട്. അത് ആദ്യം വായിക്കുന്നവർ ആദ്യം അങ്ങനെ എങ്ങനെ തന്നെ തോന്നുന്നത് ഒരുപാട് പേര്. പണ്ട് നമ്മൾ ആദ്യം മുതൽ വായിക്കുന്ന അതല്ലേ ഇപ്പോൾ പറഞ്ഞ ഒലിവർ ട്വിസ്റ്റ് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ, ഖസാക്കിൻ്റെ ഇതിഹാസം, മറ്റേ MD മുകുന്ദൻ സാറും ഒക്കെ അല്ല, കുറേ സന്തോഷ് കുമാർ, ഒരുപാട് പേരില്ലേ, ബെന്യാമിൻ, എഴുത്തുകാർ കുറേ ഇല്ലേ, എല്ലാം ഗംഭീരന്മാരല്ലേ. ഒലിവർ ട്വിസ്റ്റ് എന്ന പേര് പക്ഷേ ഹോമിലെ കഥാപാത്രത്തിന് യാദൃശ്യമായിട്ട് ഭയങ്കര യാദൃശ്യമായിട്ടാണ് എനിക്ക് ആ കഥാപാത്രം. എനിക്ക് ആ കുട്ടിയുടെ ആ പുസ്തകം ഒരുപാട്, പിന്നെ യയാതി ഇത് ഒലിവർ ട്വിസ്റ്റൊക്കെ പണ്ട് വായിച്ചാൽ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത സംഭവമാണ്. അതിൽ ആ പേരിൽ എനിക്കൊരു കഥാപാത്രം പിന്നെ ചെയ്യാൻ പറ്റി. എന്തായിരുന്നു ഹോമിൻ്റെ ഒരു അനുഭവങ്ങൾ? അത് ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചൊരു കഥാപാത്രം, കുറേ അഭിനന്ദനങ്ങൾ കിട്ടിയ കഥാപാത്രമാണ്. അഭിനന്ദനങ്ങൾ മാത്രമല്ല, എനിക്കൊരു ഒരുപാട് പേരിൽ അലിഞ്ഞു ചേരുക എന്ന് പറയും പോലെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ അവരുടെ തന്നെ ഒരു ബന്ധുക്കളെ പോലെ ഒരാളെ പോലെ അഭിനയിക്കാൻ പറ്റിയ സിനിമ. അതിനൊരുപാട് ജീവാംശം ഉള്ളത് കൊണ്ട്. റോജിൻ എങ്ങനെയാണ് ഇന്ദ്രൻസ് എന്ന നടനിലേക്ക് എത്തുന്നത് ഒലിവർ ട്വിസ്റ്റുമായിട്ട്? റോജിൻ ആദ്യം വേറെ ആരൊക്കെ ആയിരുന്നു, പല പല കഥാപാത്രങ്ങളും വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെയാണ് വെച്ച് പ്ലാൻ ചെയ്തെന്ന് തോന്നുന്നു. ആ കൊറോണയ്ക്കല്ല, അതിന് മുമ്പ് എപ്പോഴോ ഒരിക്കൽ കൊറോണയൊക്കെ തുടങ്ങി നിന്ന് പോയതാണ്. അപ്പം അതിന് മുമ്പൊക്കെ ഒരു ദിവസം എനിക്ക് വിജയ് ബാബു സാറിൻ്റെ ഒരു പടത്തിന് ചെന്നപ്പോൾ തന്നെ റോജിൻ അവിടെ വന്നിട്ട് ഇത് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചേട്ടന് എങ്ങനെ പറ്റുമെന്നെങ്കിൽ നമുക്കത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിജയ് ബാബു സാർ എന്നെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നാ. അപ്പോൾ വായിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നി, അഭിനയിക്കണ്ടല്ലോ എന്നുള്ളൊരു കഥാപാത്രമായി. എനിക്ക് തോന്നുന്നു അതിലുള്ള പോലെ തന്നെ ഈ അടുത്താണെന്ന് തോന്നുന്നു അല്ലേ സാധാരണ ഫോൺ മാറ്റിയിട്ട് എത്തി. പക്ഷെ അത് വാട്സപ്പ് ഒന്നുമില്ല, എന്നിട്ട് മറ്റേതിൻ്റെ സുഖം ഇല്ല ഇതിനില്ല. തഴുവേന ഇതിന് നോവാതെ കൊണ്ടിടക്കണ്ടേ, മറ്റാകുമ്പോൾ കുഴപ്പമില്ല, ഒന്നും വരുവോ ഇല്ല, നമ്മൾ വിളിക്കാതെ ഒരു കോളും പോകില്ല. ഇതങ്ങനെയല്ല, നമ്മളറിയാതെ കോള് പോകും. നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ ഇപ്പൊ ഇന്ദ്രധനുസ്സൊക്കെ ആളുകൾ ഒരുപാട് പേര് വായിച്ച് അതിനെ പറ്റിയ അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നൊരു സമയമാണ്. ചെറുകഥകളൊക്കെ പലതും ഇങ്ങനെ എഴുതി വെച്ചിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം എന്നാണ് ഒരു കഥാസമാഹാരം പുറത്തിറക്കുന്നത്? ഇത് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവും. ആണോ? എഴുതി തുടങ്ങിയിരുന്നില്ല. ഇത് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. നമ്മൾ ഫുള്ള് ആക്കുന്നതിന് മുമ്പ് പുസ്തകം എന്ന് പറഞ്ഞ് ഇരുന്ന, അപ്പോൾ കുറേ 2-3 കൊല്ലം ആവുകയും ചെയ്തത് ഒരിടത്തും എത്തുന്നില്ല. അപ്പോഴത്തേക്കാണ് ഷംസും സാറിൻ്റെ അടുത്ത്, നൗഷാദ് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്കത് വീക്കിലി കൊടുക്കാം, സമയം കിട്ടും എഴുതാനും. അപ്പോഴേ എനിക്ക് ഉള്ളിൽ തോന്നി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകെ ആയിപ്പോവും, അഭിപ്രായത്തിൻ്റെ തീരാൻ പറ്റില്ല എന്ന്. എല്ലാം എഴുതിയിരുന്നെങ്കിൽ എനിക്ക് പേടിയില്ലായിരുന്നു. ഇപ്പം ഇത് കുഴപ്പമില്ല പിന്നെ അടുത്തത് കുഴപ്പമാവോ എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. അതങ്ങ് തീർന്നാൽ എഴുതാൻ പറ്റും, ഇനി എഴുതാൻ പറ്റും തോന്നുന്നു. കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ചെറുകഥകളൊക്കെ? ചിലതൊക്കെ ഇങ്ങനെ മനസ്സിലും ഒക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കഥകൾക്കുള്ള ഒരു വിഷയങ്ങൾ എവിടുന്നാണ് കണ്ടെത്തുന്നത്? നമ്മുടെ പരിസരം തന്നെയാണ്. എനിക്കിപ്പോൾ എനിക്ക് ഓർത്ത് എൻ്റെ ജീവിതം എടുത്തിട്ട് ഓരോന്നും കുറേ ആലോചിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് വരുന്നുണ്ട്. ഈ പേര് മാറ്റി അത് കഥയായി. അപ്പൊ അടുത്ത് തന്നെ നമുക്കൊരു കഥാസമാഹാരം പ്രതീക്ഷിക്കാം. അതേപോലെ പറഞ്ഞൊരു കാര്യമാണ്, കുടുംബമാണ് ആനന്ദം, സിനിമയാണ് പരമാനന്ദം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആനന്ദമായ കുടുംബത്തിനെ കുറിച്ചിട്ട്, ശാന്ത ചേച്ചീനെ കുറിച്ചിട്ട്. ശാന്ത വലിയ സപ്പോർട്ടാ. ശാന്ത ശകാരിക്കുകയും ചെയ്യും, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ കറക്റ്റ് കടിഞ്ഞാനിട്ട് വെച്ചേക്കും.
ഞാൻ കൈവിട്ട് ഒത്തിരി ഓവറായി പോവാതെ അഭിനയം എല്ലാ കാര്യത്തിലും അവർ ഭയങ്കര ശ്രദ്ധയുണ്ട്. അമ്മ നോക്കിയതുപോലെ തന്നെ പിന്നെ ശാന്ത വന്ന ശേഷവും നമ്മളെ കരുതുന്നതും കുടുംബം എന്നെ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. അവരതെല്ലാം നോക്കിക്കോളും. അവരെങ്ങനെയാ കണ്ടെത്തുന്നത്? എങ്ങനെയാണെന്നറിയില്ല, അവർ കാണാതെ എത്തിയെന്നാണ് പറഞ്ഞത്. പെണ്ണ് കാണാൻ ചെന്നപ്പോഴത്തേക്കും കണ്ടെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു, കാണാത്തതുകൊണ്ട് സമ്മതിച്ച. അതുകൊണ്ട് അവർ കണ്ടെത്തിയില്ല, ഞാൻ കണ്ടെത്തി. സിനിമാ സെറ്റിലൊക്കെ ആണെങ്കിലും ദിവസവും വീട്ടിലേക്ക് ഒരു 10 തവണയെങ്കിലും ഒക്കെ വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. നേരത്തെ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ ഓടിയെത്തണം, തിരുവനന്തപുരത്ത് എത്തണം. അപ്പോൾ രാത്രി നാളെ ഉച്ചയ്ക്ക് ഉള്ളെങ്കിൽ ഞാൻ രാത്രി തന്നെ കൊച്ചിയിൽ നിന്ന് കയറും, വണ്ടി ഉണ്ടെങ്കിൽ ഓടിച്ചു പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഫോൺ സൗകര്യമൊക്കെ ആയതുകൊണ്ട് ആ അടുപ്പം മാറിയില്ല, കുറയുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോണിൽ ആകുമ്പോൾ ഒത്തിരി കുറച്ചുകൂടെ ദിവസം ഒരാഴ്ച 2 ആഴ്ച പോയില്ലെങ്കിലും കുഴപ്പമില്ല, അകൽച്ച അറിയുന്നില്ല. മക്കളൊക്കെ മോന് ഇത് ഒത്തിരി എന്തോ എൻ്റെയൊക്കെ ഈ IT ഈ പരിപാടികളാണ്. എനിക്കത്ര അവൻ്റെ പ്രൊഫഷനെ കുറിച്ച് അറിയില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഡേറ്റും മറ്റു കാര്യങ്ങളും വീടിൻ്റെ മൊത്തം കാര്യങ്ങളെല്ലാം അവൻ തന്നെ കൈകാര്യം ചെയ്യുന്നത്. എന്ത് മിനിറ്റ് JRF അങ്ങനെ എന്തൊക്കെ പരിപാടിയാണ്. മോളും കല്യാണം കഴിച്ചു, വർക്കലയാണ്. അവളും ഡെൻ്റൽ ഡോക്ടറാണ്. മോൻ്റെ വൈഫും ഡെൻ്റൽ ഡോക്ടറാണ്. ഈ കോമഡി താരത്തിൽ നിന്ന് ഇപ്പം ഈ ഹോമിലെ ഒലിവർ വരെ എത്തി നിൽക്കുമ്പോഴുള്ള ഈ മൊത്ത കുടുംബത്തിൻ്റെ ആയാലും നാട്ടുകാരുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ ഒരു വിഷമം എന്ന് വെച്ചാൽ അതുപോലത്തെ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് അവർ. ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഹോമിന് ശേഷം കഥാപാത്രങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ? വലിയ ക്യാരക്ടർ വരികയാണെങ്കിൽ വായിച്ചു നോക്കട്ടെ എന്ന് പറയും. വായിച്ചു നോക്കട്ടെ എന്നുള്ള വിശ്വാസം ഇപ്പോൾ പോയി. പലയിടത്തും നമ്മൾ നന്നായതുകൊണ്ട് അത് അതേപോലെ ആവുന്നില്ല. അപൂർവം ചിലർ ഹോമോ ഈ മറ്റു നമ്മളെ ആളൊരുക്കോ പോലെ എല്ലാം അങ്ങനെ വരുന്നില്ല. നല്ല ഗംഭീര സ്ക്രിപ്റ്റ് ആയിരിക്കും, അതിൻ്റെയൊക്കെ മോളിൽ പോകുന്നുള്ള പല പടങ്ങളും നമ്മൾ അങ്ങനെ മോഹിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് ചിലയിടത്ത് അതുകൊണ്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള ചിലരെങ്കിലും മഹാഭാരതം കൊടുത്താലും ബടക്കാക്കി കൈ തരും. അതുകൊണ്ട് അത് കാര്യമില്ല. പിന്നെങ്കിലും പുതിയ ആൾക്കാരുടെ കരുത്തുണ്ടാവും, അവരെ പടത്തിൽ കൂടുക. വലിയ ക്യാരക്ടർ കഴിയണം ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ കുഞ്ഞു കാരണം നമ്മളൊന്നും അറിയണ്ട പോയി ചെയ്യാം. അങ്ങനെ തന്നെ വിധിക്ക് വിട്ടിരിക്കുവാണല്ല. അപ്പൊ അതിനോട് എന്തെങ്കിലും പ്രതികരണം നടത്താറുണ്ടോ? അവിടെ നമ്മൾ തീരുന്നത് വരെ മൂഡ് ഔട്ട് ആയിരിക്കും, കലകിച്ച് നിരാശനായി. അത് കുറേ ദിവസവും നിൽക്കണ്ടേ, 10, 30, 35 ദിവസമൊക്കെ നിന്ന് നരകിച്ചു പോകും. ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പം ശാന്ത ചേച്ചീൻ്റെ കൂടെ ഇരുന്നാണ് വായിക്കാറെന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് കിട്ടും. അത് അതിൽ കണ്ടായിരുന്നു, അത് അതുപോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയും. ഒരുമിച്ചിരുന്നാണോ വായിക്കുന്നത്? ചിലപ്പോഴേ അവർക്കൂടെ സമയമുള്ളപ്പോൾ ഉറക്കെ വായിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഉറക്കെ വായിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവർ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അങ്ങനെ അവരോട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറയാം, അതൊന്നും വേണ്ട, അങ്ങനെ പറയും. കേൾക്കുമ്പോൾ അതിൽ ഇത്തിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെക്കാരും പെട്ടെന്ന്, നമ്മളിങ്ങനെ മുങ്ങി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ തണുപ്പറിയില്ലല്ലോ, അവർക്ക് പെട്ടെന്ന് കിട്ടും. ഈ ആളുകളുടെ ഇടയിലൂടെയൊക്കെ ഇടപഴകുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ ആരാധകർ ഉപദ്രവിക്കാൻ എന്താ പറയുക, ആരാധന കൊണ്ട് ഉപദ്രവിക്കുന്നില്ലാത്ത ഒരു ഇടത്താണെങ്കിൽ വളരെ സാധാരണക്കാരനെ പോലെ ഇടപഴകുന്ന ഒരാളായിട്ട് കണ്ടിട്ടുണ്ട്. കൂട്ടത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ ഭയങ്കര ഒരു സ്പിരിറ്റാണ്. എനിക്ക് ഇപ്പോഴും മാസ്ക് ഈ കൊറോണയ്ക്ക് മുമ്പേ ഞാൻ മാസ്കും തൊപ്പിയും വെച്ച് സുഖമായിട്ട് റെയിൽവേ സ്റ്റേഷനിലൂടെ ഒക്കെ പോകും. അന്നൊക്കെ കൂടുതലും ആരും ശ്രദ്ധിക്കില്ലാണ്, RCCയിലാണ്ട് പോകുന്ന സുഖമില്ലാത്ത ആരോ എന്നാ വിചാരിക്കും. എനിക്ക് എല്ലാ കാഴ്ചയും കണ്ട് നടക്കാം. പിന്നെ ഇപ്പം അങ്ങനെയല്ല, ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറേ പഠിക്കാൻ പറ്റുന്നത് അവർ ജനങ്ങളായിട്ട് ഇടപെടുമ്പോൾ മാത്രമേ ഉള്ളൂ. ട്രെയിൻ യാത്ര അല്ലാതെയുള്ള കൂടിക്കാഴ്ചയിലൊക്കെ തന്നെ ചില മാറ്റങ്ങളും പ്രത്യേകതകളൊക്കെ അറിയാൻ പറ്റും. മനോഹരമായ ചിരിയാണ് ഈ ചിരിയും ഈ വിനയവും ഒക്കെ തന്നെയാണോ ഇന്ദ്രൻസ്? അങ്ങനെ ആവണം. നമ്മൾ ഒതുങ്ങി മര്യാദയ്ക്ക് അവരുടെ വിധേയത്വം അവരൊക്കെ ഇല്ലെങ്കിൽ നമ്മളില്ല. 4 പേര് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ 3-4 പേര് ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. നമ്മൾ അവരില്ലെങ്കിൽ ഇല്ല. മലയാളത്തിലല്ലാതെ മറ്റു ഭാഷകളിൽ സിനിമകൾ ചെയ്തിട്ടുണ്ടോ? കൊതിക്ക് ഒരു വലിയ മാസ്റ്റർ ഡയറക്ടർ ആയതുകൊണ്ട് ഞാൻ വിളിച്ച് ശങ്കർ സാറിൻ്റെ ഒരു പടത്തിൽ പോയി ചെറിയ ക്യാരക്ടർ ചെയ്തു, നൻപൻ എന്ന് പറഞ്ഞു. അല്ലാതെ പിന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ട്, പോയിട്ടില്ല.
ആ പോകാത്തത് ഭാഷാപരമായ പേടിയുണ്ട്. പിന്നെ ഇവിടെ ഒന്നും നഷ്ടപ്പെടാതെ അവിടെ പോകാനും പറ്റത്തില്ല. ഇവിടെ എപ്പോഴും എനിക്ക് ആവശ്യത്തിന് സിനിമ വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ അങ്ങ് നിന്നതാണ്. എന്താണ് ഇന്ദ്രൻസ് എന്ന നടൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്? ജനങ്ങളുടെ ഒരു ഒരു സൗകര്യങ്ങളും അവരെ പിഴിയാത്തതും അവർക്ക് ജീവിതത്തിൽ ഭയപ്പെടുത്താത്ത ഒരു ചുറ്റുപാടുണ്ടാവുക, അതിന് കൂട്ടു നിൽക്കുന്ന ആരോ, അത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. അതൊരു ഒരുപാട് മുകളിൽ നിൽക്കുമ്പോഴും താഴെ കുറേ പേരുണ്ടാവുമല്ലോ. എത്ര മുകളിൽ നിലയിൽ താമസിക്കണം, അതൊന്നും അല്ലാത്ത താഴെ താമസിക്കുന്നുണ്ട്. അവരിലുണ്ടാകുന്ന ശരിക്കും ജീവിതം മണ്ണിൽ അത്രയും പാടുപെട്ട് ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നവരാണ്. അവർക്കെന്ത് കിട്ടുന്നു, അവരെ എങ്ങനെ ആദിയില്ലാതെ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആ പക്ഷത്തെപ്പോഴും യാതൊരു നിറം നോക്കാത്തയും ഒരു രാഷ്ട്രീയം ഉണ്ടാകും.